ഓം നമ ശിവായ. ശിവ അഷ്ടോത്തര ശതനാമം രണ്ടാം ഭാഗം ഇവിടെ തുടങ്ങുകയാണ്. 36 നാമം മുതലാണ് വിവരണം ഉണ്ട്. അടുത്ത് 36 ഓം കവചിനേ നമഃ എന്നാണ്. അപ്പോൾ സ്വയം ഒരു കവചം ആയവൻ ആണ്. അതായത് പുലിത്തോലായ പടച്ചട്ട ധരിച്ചവൻ. അപ്പോൾ പിന്നെ ഉടുത്തിരിക്കുന്നത് പുലിത്തോലും ധരിച്ചിരിക്കുന്നത് ആനത്തോലുമാണ്. മാറിപ്പോകരുത്. അറിഞ്ഞുകൂടാത്ത പല ആളുകളും ആനത്തോലിനെ പുതച്ചിരിക്കുന്നതായിട്ടും പുലിത്തോലിനെ ഉടുത്തിരിക്കുന്നതായിട്ടും ഒക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് തെറ്റാണ്. മഹാദേവൻ ഗയാസുരൻ എന്നൊരു അസുരൻ, മഹിഷാസുരന്റെ മകൻ മഹാദേവനെ നേരിടാൻ വന്നപ്പോൾ ആ അസുരനെ സംഹരിച്ച് ആ ഗയാസുരന്റെ ആനയായി വന്ന മതയാനയായി വന്ന ആ അസുരന്റെ തോലിനെയാണ് മഹാദേവൻ, രക്തം ഇറ്റിറ്റ് വീഴുന്ന ആ തോലിനെയാണ് മഹാദേവൻ ഉടുമുണ്ടായി ധരിച്ചിരിക്കുന്നവൻ. അപ്പോൾ സ്വയം ഒരു കവചമായിട്ട് ഉള്ളവൻ എന്നാണ്. അപ്പോൾ ഒരമ്പും മറ്റുള്ളവർ പ്രയോഗിക്കുന്ന ഒരസ്ത്രവും ആയുധവും മഹാദേവന്റെ ശരീരത്തിൽ ഏൽക്കുകയില്ല. ഈ ശ്രുതികൾ, സ്മൃതികൾ, ആഗമങ്ങൾ, നിഗമങ്ങൾ, പുരാണമല്ല, പുരാണം നമ്മൾ തെറ്റിക്കുകയേ ഉള്ളൂ. ശ്രുതികൾ, സ്മൃതികൾ, ആഗമങ്ങൾ, വേദങ്ങൾ എന്നിവയിൽ പ്രസിദ്ധമായിട്ടുള്ള പരക്കെ പ്രചരിച്ചിട്ടുള്ള ഒരു നാമമാണ് ഓം കവചിനേ നമഃ. കവചം, പടച്ചട്ട പോലെ ഒരു അദൃശ്യമായ ഒരു വലയം, ഒരു ഓറ, ഒരു ശക്തി സവിശേഷത, ഒരു സംരക്ഷണ കവചം മഹാദേവൻ ഉണ്ടെന്ന് ശ്രുതികളിൽ പറയുന്നു. ഋഷീശ്വരന്മാർ പണ്ട് മുതലേ ഉള്ള ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വേദങ്ങളിലുള്ള ഒരു എല്ലാം വേദങ്ങളിലുള്ളത് തന്നെയാണ്. ഓം കവചിനേ നമഃ. സ്വയം കവചം ആയവൻ, പുലിത്തോല് ആയ പടച്ചട്ട ധരിച്ചവൻ, അന്യർ പ്രയോഗിക്കുന്ന ഒരു ആയുധവും ഏൽക്കാതെ സ്വയം ഒരു ചൈതന്യ സവിശേഷ ഉള്ളവൻ എന്നാണ് 36 ശിവ അഷ്ടോത്തര നാമത്തിൽ ഓം കവചിനേ നമഃ. ഇനി 37 ഓം കഠോരായ നമഃ. ദുഷ്ടന്മാർക്കും അസുരന്മാർക്കും കഠോരമായവനും ഇഷ്ടഭക്ത ജനങ്ങൾക്ക് സൗമ്യമായ ഒരു പിതാവിനെ പോലെ ഒരു രക്ഷ നൽകുന്നവനുമെന്ന് ഉള്ളതാണ് ഓം കഠോര. ഇത് തന്നെയാണ് അഘോരായ നമഃ എന്നുള്ളതിൻ്റെ. അഘോര എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ദുഷ്ടന്മാരോട് ക്രൂരതയുള്ളവനും ക്രൗരമായവനും ഭക്തജനങ്ങളായ നമ്മളെപ്പോലുള്ളവരോട് വാത്സല്യമുള്ളവനും, ഒരു ഞെട്ടിൽ 2 കായ്കൾ ഉണ്ടാകും പോലെ, ഭാഷയിൽ യമകം എന്ന അലങ്കാരം എന്ന് പറയുന്നത് പോലെ ഒരു വാക്ക് അഘോര. രണ്ടർത്ഥം, സൗമ്യമുള്ളവൻ എന്നും ദുഷ്ടന്മാരോട് ക്രൂരനായവനെന്നുമുള്ള 2 അർത്ഥം അഘോര ശബ്ദത്തിനുണ്ട്. അപ്പോൾ ഇവിടെ കഠോരായ എന്ന് പറഞ്ഞാൽ ആരോട് കഠോരത്വം? ദുഷ്ടന്മാരോട്, അസുരന്മാരോട്, ചിത്രശക്തികളോട്, ആസുരശക്തികളോട് കഠോരമായിട്ടുള്ളവൻ എന്നാണ് ഇവിടെ 37 ശിവ അഷ്ടോത്തരത്തിൽ ഓം കഠോരായ നമഃ. ദുഷ്ടന്മാരോടും അസുരന്മാരോടും, ആര്? ദക്ഷൻ, അതുപോലെ തന്നെ അന്ധകാസുരൻ, അതുപോലെ തന്നെ അസുരന്മാരുണ്ടല്ലോ, ഈ ആനയായി വന്ന മഹിഷാസുരന്റെ മകൻ ഗയാസുരൻ, ഇങ്ങനെയുള്ള ചിത്രശക്തികളോടുള്ള കഠോരമുള്ളവൻ എന്നാണ് 37 നാമം ഓം കഠോരായ നമഃ. അടുത്ത് 38 ഓം ത്രിപുരാന്തകായ നമഃ. ത്രിപുരൻ എന്നത് പറയുന്നത് ശ്രീമുരുകനാൽ വധിക്കപ്പെട്ട താരകാസുരന്റെ 3 മക്കളാണ്. അവരുടെ പേരുകൾ താരകാസൻ, താമരാഷൻ, വിദ്യുന്മാലി എന്നിവർ ആണ്. അപ്പോൾ ഇവരെ സംഹരിക്കാൻ ദേവന്മാരെല്ലാവരും കൂടെ ചെന്ന് മഹാദേവനെ ഒരു പ്രാർത്ഥിച്ച് പൂജിച്ച് ഇരിക്കപ്പൊറുതിയില്ലാത്ത അതൊരു വലിയ കഥയാണ്. എന്തായിരുന്നാലും തൽക്കാലം ഇപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ ത്രിപുരന്മാര് ശിവഭക്തരായിരുന്നു. അവർക്ക് ഹവിർഭാഗം കിട്ടിയിരുന്നു. അതിന് ദേവേന്ദ്രനും ദേവന്മാർക്കും ഇഷ്ടപ്പെടാതെ അസൂയ കൊണ്ട് മഹാദേവനെ കൊണ്ട് ആ അസുര നിഗ്രഹം നടത്തിക്കുകയായിരുന്നു. അപ്പോൾ ആ അസുരന്മാരെ ത്രിശൂലം കൊണ്ട് സംഹരിച്ചവനെ എന്നാണ് ത്രിപുര. മാത്രവുമല്ല, നമ്മുടെ കാമക്രോധ ലോപ മതമാത്സര്യാദികളെയും ത്രിപുരങ്ങൾ എന്ന് പറയുന്നുണ്ട്. ആദി ഭൗതികം, ആദി ദൈവികം, ആദി തുടങ്ങി
അടങ്ങിയിട്ടുള്ള 3 പാപങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ അപ്പന്മാർ ചെയ്തത്, നമ്മൾ ചെയ്തത്, നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തത്, ഇങ്ങനെ 3 അതിനെ ത്രിപുരങ്ങൾ എന്നാണ് പറയുന്നത്. അതിന് 3നെയും സംഹരിക്കും ശിവഭക്തിയാൽ. ആ മുൻ ചെയ്ത പാപങ്ങൾ, നമ്മുടെ അച്ഛനും അമ്മയും അപ്പനും ഒക്കെ പൂർവീകർ ചെയ്തിട്ടുള്ള പാപങ്ങൾ, ഈ ജന്മത്തിന് മുമ്പ് നമ്മൾ ചെയ്ത പാപങ്ങൾ, പിന്നെ ഇപ്പോൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ഈ 3 പുരങ്ങളെയും സംഹരിക്കുന്നവനെയും പാപങ്ങളെ സംഹരിക്കുന്നവനും, പിന്നെ ബ്രഹ്മാവിൻ്റെ നേരത്തെ പറഞ്ഞ വിദ്യുന്മാലി, താമരാക്ഷൻ എന്ന ആ താരകാസുരൻ്റെ മക്കളായ ത്രിപുരന്മാരെ സംഹരിച്ചവൻ എന്നും 2 അർത്ഥം. ഓം ത്രിപുരാന്തകായ നമഃ 38ാമത്തെ നാമം. അടുത്ത് 39 ഓം വൃഷാങ്കായ നമഃ. വൃഷഭം എന്നാൽ കാള എന്നർത്ഥം. കാള എന്ന് സാധാരണ പറയാറില്ല, ബഹുമാനപൂർവ്വം വൃഷഭം എന്നേ പറയാറുള്ളൂ. വൃഷഭത്തിൻ്റെ പുറത്താണ് സഞ്ചരിക്കുന്നത് മഹാദേവൻ. അപ്പോൾ അതിൻ്റെ 4 കാലുകൾ എന്ന് പറയുന്നത് സത്യം, ധർമ്മം, ദയ, നീതി എന്നിവയുടെ പ്രതീകമാണ് ഈ കാള എന്ന് പറയുന്നത്. അതിൻ്റെ പുറത്തിരുന്ന് ലോകത്തിന് അനുഗ്രഹവും ധർമ്മവും നീതിയും നടത്തുന്ന കൈലാസനാഥനെയാണ് വൃഷ അങ്കായ. അപ്പോൾ കാള കൊടിമരത്തിലെ ശിവക്ഷേത്രത്തിൽ കൊടിമരത്തിലെ കൊടിക്കൂറയിലെ അങ്കിതം എന്ന് പറയുന്നത്, അതിൽ മുദ്രണം ചെയ്തിരിക്കുന്നത് കാളയെയാണ്, വൃഷഭത്തിനെയാണ്. വൃഷഭത്തെ, കാളയെ കൊടിയടയാളമാക്കിയവനേ ശിവനേ എന്നാണ് ഓം വൃഷാങ്കായ നമഃ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കാളയെ കൊടിയടയാളം ആക്കിയവനേ ഓം വൃഷാങ്കായ നമഃ എന്ന വാക്ക്. എത്രാമത്തെ? 39ാമത്തെ ശിവ അഷ്ടോത്തരം. ഇനി 40ാമത്തെ ഓം വൃഷഭാരൂഢായ നമഃ. ഇപ്പോൾ ഇവിടെ പറഞ്ഞു തന്നെയാണ്, വൃഷഭത്തിൽ ആരൂഢനായി ഇരുന്നു കൊണ്ട് ലോകത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുകയും ലോകാനുഗ്രഹം ചൊരിയുകയും ചെയ്യുന്ന മഹാദേവ എന്നാണ് ഓം വൃഷഭാരൂഢായ. വൃഷഭത്തിൻ്റെ പുറത്ത് ആരൂഢം എന്നാൽ ഇരിക്കുന്നവനെ എന്നാണ്. ആ വൃഷഭം എങ്ങനെയുണ്ടായി, എത്ര വിധത്തിലുള്ള, അതാണ് നന്ദി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനലിലുണ്ടായിരിക്കും. നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ, പിന്തുടർന്നാൽ ആ വൃഷഭത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കുവാൻ ഉണ്ട്. ഇന്നേ വരെ ആരും അങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ടില്ല. എല്ലാവരും ഭാഗവതവും രാമായണവും നാരായണീയത്തിലേക്ക് മാത്രം പറഞ്ഞാൽ ശിവനും നമ്മുടെ ദൈവമല്ലേ, ആ മൂർത്തിയെക്കുറിച്ച് നമുക്ക് അറിയണ്ടേ. അതുകൊണ്ടാണ് എന്തുകൊണ്ട് പണ്ഡിതന്മാരുണ്ട്, ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, പക്ഷെ അവരാരും ഇങ്ങോട്ട് തിരിയുന്നില്ല. ഇതാരും അറിയരുത്, ഇതിനെ മൂടിപ്പൊത്തി വെച്ചേക്കണം, ഇതിനെ ഒന്ന് മറയിട്ട് വെച്ചേക്കണം എന്നൊരു അത് പാടില്ല. ആദിദേവനും മഹാദേവനുമാണ് ശിവൻ. ശ്രീകൃഷ്ണൻ്റെയും ശ്രീരാമൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ദൈവമാണ്. അവരെല്ലാം തൊഴുതു വണങ്ങി പ്രാർത്ഥിച്ചിട്ടുള്ള ദേവനാണ് രാമേശ്വരൻ, രാമൻ്റെ ഈശ്വരൻ രാമേശ്വരൻ. അപ്പോൾ ഇനി 40ാമത്തെ നാമം ഇവിടെ പറഞ്ഞു. നാമം ഓം വൃഷഭ ആരൂഢായ നമഃ. കാളയുടെ പുറത്ത് സഞ്ചരിക്കുന്നവനെ, ലോകരക്ഷയ്ക്കായി വൃഷഭത്തിൻ്റെ പുറത്ത്. അടുത്ത് 41 ഭസ്മോത്തൂളിത വിഗ്രഹായ നമഃ. ഭസ്മം എന്നത് ഭസിതമായതാണ്. ഭസ്മം ധരിക്കാതെ ഒരിക്കലും ശിവനെ കാണാൻ സാധിക്കില്ല. ഭസ്മം 3ാമത്തെ അവസ്ഥയുടെ ഭാവമാണ്. നാം എല്ലാവരും അവസാനം ഹിന്ദുക്കളായിട്ടുള്ളവരിന്ന് എല്ലാം ആകുന്നത് ഒരു പിടി ചാമ്പലാണ്. ആ ഭസ്മം ധരിച്ചിരിക്കുന്നതിലൂടെ നമ്മൾ ഇത്രയേ ഉള്ളൂ, അവസാനം ഒരു പിടി ചാമ്പലേ ഉള്ളൂ എന്നുള്ളതിനെയാണ്. ശവഭസ്മമാണ് ശിവൻ ധരിക്കുന്നത്. ശവഭസ്മം ധരിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരു ഭക്തനാണോ നിഷ്കാമമായ ഭക്തിയാൽ മരിക്കുന്നത്, ആ ചുടലച്ചാമ്പലിൽ മഹാദേവൻ എത്തുമെന്നും ആ ചുടലച്ചാമ്പൽ വാരി മഹാദേവൻ സ്വയം അണിയുമെന്നും, അങ്ങനെ അണിഞ്ഞാൽ ആ ഭക്തന് ഇനി ഒരു ജന്മം കിട്ടുകയില്ല, മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുമെന്നാണ് ഈ ശവഭസ്മം മഹാദേവൻ അണിയുന്നതിൻ്റെ തത്വം. കൈകളിൽ ധരിച്ചാൽ ഭസ്മം, കൈകളിൽ ധരിച്ചാൽ കൈകളാൽ ചെയ്ത പാപം തീരും. ഭസ്മം മാറിടത്തിൽ ധരിച്ചാൽ മനകൃതമായ പാപം തീരും. ഭസ്മം കാലിൽ ധരിച്ചാൽ കാലുകൾ കൊണ്ട് ചെയ്ത പാപം തീരും. ഭസ്മധൂളിത വിഗ്രഹായ നമഃ എന്ന വാക്കിൻ്റെ അർത്ഥം ഭസ്മം ധരിച്ചാൽ ഒരിക്കലും ശിവനെ കാണാൻ സാധിക്കില്ല. ഭസ്മം സംഹാരത്തിൻ്റെ ഭാവമാണ്. സംഹാരം എന്ന് പറയുമ്പോൾ ആരെയും കൊല്ലുന്നതല്ല. 3ാമത്തെ അവസ്ഥ, ഏതൊരു വസ്തുവിനെയും കരിച്ചാൽ ചാമ്പൽ അവസാനിക്കും, പക്ഷെ ഭസ്മത്തിനെ കരിച്ചാലോ ഭസ്മം അവശേഷിക്കില്ല. ഒരുപാട് കാര്യങ്ങൾ ഭസ്മത്തിനെ പറ്റി പറഞ്ഞാലും തീരാത്തത്ര കഥകൾ, കാര്യങ്ങൾ ഉണ്ട്. പക്ഷേ ഇത് ടൈം വളരെ കുറച്ചായിരിക്കണം, 108നെയും വിശദീകരിക്കണം. അതുകൊണ്ട് തൽക്കാലം ഓം ഭസ്മോധൂളിത വിഗ്രഹായ നമഃ
41-ാമത്തെ നാമത്തിൻ്റെ അർത്ഥം ഭസ്മം, വിശേഷിച്ച് ശവഭസ്മം തിരുനെറ്റിയിൽ ധരിച്ചിരിക്കുന്നവനെ എന്നാണ്. ഓം ഭസ്മോദ്ധൂളിത വിഗ്രഹായ നമഃ. 41-ാമത്തെ അർത്ഥം, 41-ാമത്തെ നാമം. അടുത്ത 42, ഓം സാമപ്രിയായ നമഃ. സാമവേദം, 4 വേദങ്ങളും ഉണ്ടായത് വേദം വക്രം, ഋഗ്വേദവും യജുർവേദവും സാമവേദവുമാണ് മഹാദേവന്റെ മുഖമെന്ന് വേദങ്ങളിൽ പറയുന്നു. വേദം വക്രം ഷഡംഗം എന്നാണ്. വേദം വക്രം മുഖം. മഹാദേവന്റെ മുഖമെന്ന് പറയുന്നത് 4 വേദങ്ങളാണ്. പിന്നെ ഷഡംഗം എന്ന് പറഞ്ഞാൽ ശരീരഭാഗങ്ങൾ, മുതുക് അല്ലെങ്കിൽ കഴുത്ത്, ഇത് ശരീരത്തിന്റെ ഭാഗങ്ങൾ. 6 ശാസ്ത്രങ്ങളാണ്. ഷഡ് 6, ശിക്ഷാകൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം എന്നിവയാണ് ശരീരഭാഗങ്ങളും. ശിവന്റെ മുഖം എന്ന് പറയുന്നത് 4 വേദങ്ങളുമാണെന്നാണ്. അതിൽ സാമവേദം സംഗീത പ്രധാനം ആണ്. മഹാദേവന്റെ മുഖത്തിൽ നിന്നാണ്, പഞ്ചമുഖത്തിൽ നിന്നാണ് 7 വേദങ്ങളും ഉണ്ടായത്. 7 സ്വരങ്ങളും ഉണ്ടായത്. 7 സ്വരങ്ങൾ, വേദങ്ങളല്ല, 7 മഹാദേവന്റെ മുഖത്തിൽ നിന്നാണ്. അതിൽ ഗാനം ഉണ്ടായത് മഹാദേവന്റെ മുഖത്തിൽ നിന്നാണെന്നാണ്. ഓം സാമപ്രിയായ നമഃ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സാമവേദത്തിൽ സംഗീത പ്രധാനമായ ആ വേദം എന്ന് പറയുന്നത് ശിവസ്വരൂപമാണെന്നാണ്. 42-ാമത്തെ നാമം ഓം സാമപ്രിയായ നമഃ. 43-ാമത്തേത് ഓം സ്വരമയായ നമഃ. അപ്പോൾ നിശബ്ദവും നിശ്ചലവുമായിരുന്ന ഈ പ്രപഞ്ചത്തിൽ ഒരു സ്വരം ആദ്യം ഉണ്ടായത് മഹാദേവന്റെ ഉടുക്കുകൊട്ടിയാണ്. ആ ഉ മ എന്ന ആ ഓംകാര പ്രണവധ്വനിയിൽ നിന്നാണ് ശിവസ്വരൂപവും ഈ പ്രപഞ്ചവും ഉണ്ടായത് എന്നാണ്. അപ്പോൾ നൃത്താവസാനി നടരാജരാജോ നനാദടക്കാം നവപഞ്ചവാരം ഉദ്ധരിതു ഗാന സനകാതി സിദ്ധാൻ ഏതത് വിമർശേ ശിവസൂത്രജാലം എന്നാണ്. നിശബ്ദമായിരുന്ന, ഒരു ശബ്ദവുമില്ലായിരുന്ന, ഒന്നും ഉണ്ടായിട്ടില്ല ആ കൂരിരുട്ടിൽ ഡമ 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 എന്ന് മഹാദേവന്റെ കയ്യിലിരിക്കുന്ന ഡമരു അല്ലെങ്കിൽ ഡക്ക, അതിൽ നിന്നുള്ള ശബ്ദമാണ് ആദ്യത്തെ ശബ്ദം. ആ സ്വരത്തിൻ്റെ ഉപജ്ഞാതാവ്, ഈ പ്രപഞ്ചത്തിൽ ആദ്യമായി ഒരു ശബ്ദത്തിൻ്റെ ഉപജ്ഞാതാവ് ശ്രീ ശിവനാണ്. അതുകൊണ്ട് 43-ാമത്തെ നാമം ഓം സ്വരമയായ നമഃ. ആ ത്രിപുടിയിൽ നിന്ന്, ആ ഡക്കയിൽ നിന്ന്, ആ കയ്യിലിരിക്കുന്ന ഉടുക്കിൽ നിന്ന് ആ ഓംകാരത്തിൻ്റെ പ്രണവസ്വരം ഉണ്ടായി എന്നാണ് ശ്രുതികളും സ്മൃതികളും ആഗമങ്ങളും പറയുന്നത്. ആയതിനാൽ ഓം സ്വരമയായ നമഃ. അടുത്ത് 44 ഓം ത്രയീമൂർത്തയേ നമഃ. മഹാദേവൻ തമോ ഗുണപ്രധാനനാണ്. തമോ ഗുണപ്രധാനം എന്ന് പറയുമ്പോൾ സത്വഗുണം സരസ്വതി ഭാവം, രജോ ഗുണം ലക്ഷ്മി ഭാവം, തമോ ഗുണം കാളി ഭാവം. അത് ഒരു വലിയ വിശദീകരണമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായിരുന്നാലും ഈ ത്രിമൂർത്തികൾ എന്ന് പറയുന്നത് ബ്രഹ്മ വിഷ്ണു, അതിനകത്ത് ചില പിശകുകൾ ഉണ്ട്. ത്രിമൂർത്തികൾ ബ്രഹ്മാവിന് ഒരു ക്ഷേത്രവും ഉണ്ടാകാതെ പോകട്ടെ എന്ന് ശപിക്കുകയും ശപിക്കാനുള്ള ആ സിദ്ധിയും ഉണ്ടായത് മഹാദേവനാണ്. പക്ഷേ ഇന്ന് ചിലർ ത്രിമൂർത്തി സങ്കല്പത്തിൽ ആദ്യം കൊണ്ടുവന്ന് ബ്രഹ്മാവിനെ വെക്കുകയും പിന്നെ നടുക്ക് കൊണ്ടുവന്ന് വിഷ്ണുവിനെ വെക്കുകയും ഏറ്റവും ഒടുവിൽ കൊണ്ടുവന്ന്, അതൊന്നും ശരിയായിട്ടുള്ള ഒരു ക്രമീകരണമല്ല. മഹാവിഷ്ണുവിന് ക്ഷേത്രവും അമ്പലവും ഒന്നും ഇല്ല. യഥാർത്ഥത്തിൽ പഞ്ചമൂർത്തി സങ്കല്പം ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നതാണ് ശരിക്കുമുള്ള മൂർത്തി സങ്കല്പം. ഇതിൽ ദേവിയില്ല. ത്രിമൂർത്തി സങ്കല്പത്തിൽ ദേവിയില്ല, അമ്മയില്ല. ഈ ത്രിമൂർത്തി സങ്കല്പം ഉണ്ടായ ഇവിടെ പറയാൻ കാരണം ഓം ത്രൈമൂർത്തയേ നമഃ, 3 മൂർത്തികളും അടങ്ങിയതാണ് മഹാദേവൻ. തൽക്കാലം അത്രയും മാത്രമേ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുകയുള്ളൂ. പഞ്ചമൂർത്തി സങ്കല്പമുണ്ട്. ഏറ്റവും മുകളിൽ സാംബശിവൻ, അമ്മയും ശിവൻ. അതിനപ്പുറം മറ്റൊരു മൂർത്തിയില്ല ഈ ലോകത്ത്. അതിനപ്പുറം ഒരിക്കലുമില്ല. ശിവനും ശക്തിയുമാണ് ഏറ്റവും മുകളിൽ. അതിന് താഴെ ശിവൻ 2, ശിവന് താഴെ രുദ്രൻ 3, രുദ്രൻ താഴെ വിഷ്ണു 4, വിഷ്ണുവിന് താഴെ ബ്രഹ്മാവ് 5. ഇതാണ് മഹാവിഷ്ണുദേവൻ എഴുതിയതാണല്ലോ നമ്മുടെ ലളിതാ സഹസ്രനാമം. അതിൽ ഓം പഞ്ചബ്രഹ്മമൂർത്തയേ നമഃ എന്നാണ്. അത് പഞ്ചമൂർത്തിയാണ് ശരിക്കുമുള്ള ഇപ്പോൾ പറഞ്ഞ ഇതാണ്. അല്ലാതെ 3 ആണുങ്ങളും ചേർന്ന് ഈ ക്ഷേത്രവും പൂജയും ഇല്ലാത്ത ബ്രഹ്മാവിനെ കൊണ്ടുവന്ന് ആദ്യം നിർത്തിയിട്ട് അതിനകത്തൊക്കെ ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ട്. ആദ്യം ബ്രഹ്മാവാണെന്ന്. ബ്രഹ്മാവിന് എന്ത് പ്രസക്തിയിരിക്കുന്നു?
ബ്രഹ്മാവിന്റെ ശിരസിൽ ഒന്നിനെ നുള്ളാനും ബ്രഹ്മാവിന് ഈ ലോകത്ത് ഒരിടത്തും ക്ഷേത്രവും പ്രതിഷ്ഠയും ഉണ്ടാകാതെ പോകട്ടെ എന്ന് ശപിക്കാനും ഉള്ള അനുഗ്രഹിക്കാനുമുള്ള സിദ്ധിവിശേഷമുണ്ടായ ആ ശിവനാണ്, ആ രുദ്രനാണ് ആദ്യം വരേണ്ടിയിരുന്നത്. ആയതിന് ഇതൊക്കെ വളരെ തർക്കങ്ങളും എതിർ കമന്റുകളും ഒക്കെ ഉണ്ടാകുന്നതാണെങ്കിലും തൽക്കാലം ഇപ്പോൾ 44-ാമത്തെ അർത്ഥം ഓം ത്രൈമൂർത്തയേ നമഃ. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും എല്ലാം ശിവൻ തന്നെ എന്നുള്ളത് രുദ്രൻ തന്നെ എന്നാണ് ഓം ത്രൈമൂർത്തയേ നമഃ. 44-ാമത്തെ അഷ്ടോത്തര നാമം, ശിവ അഷ്ടോത്തര നാമം. 45 ഓം അനീശ്വരായ നമഃ. തനിക്ക് മേലെ മറ്റൊരു ഈശ്വരൻ ഇല്ലാത്തവനെന്നാണ്. ഈശ്വരന്മാരുടെ എല്ലാം ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത് ശിവനാണ്. അനീശ്വരൻ എന്ന് പറഞ്ഞാൽ തനിക്ക് മേലെ, ശിവന് മേലെ മറ്റൊരു ഈശ്വരനില്ല. ശിവൻ തന്നെയാണ്. പക്ഷേ ശിവൻ ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നത് കൊണ്ട് ചില ആളുകൾ പറയാണ് ശിവൻ രാമനെ ഭജിക്കുകയാണ്, ശിവൻ കൃഷ്ണനെ ഭജിക്കുകയാണ്, ശിവൻ ഉപദൈവങ്ങളെ ഭജിക്കുകയാണ്, ശിവൻ അയ്യപ്പനെ ഭജിക്കുകയാണ്. ശിവൻ യഥാർത്ഥത്തിൽ തപസ്സിരിക്കുന്നില്ല, തപസ് ചെയ്യുന്ന ആളല്ല, ജപിക്കുന്ന ആളല്ല. കണ്ണടച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ തുര്യാവസ്ഥയിലിരിക്കുകയാണ്. ഈ 96 തത്വത്തിൽ അയ്യഞ്ചും അഞ്ചും അതിൽ 96-ൽ ഈ തുര്യാവസ്ഥ അദ്ദേഹത്തിന് അറിയാതെ പോയി. അത് എഴുതിയ ആള് തുര്യാവസ്ഥയും ഭ്രൂമധ്യവും വിട്ടുപോയി ഈ ഹരിനാമ കീർത്തനക്കാരന്. ആ തുര്യാവസ്ഥയിൽ ഇരുന്നു കൊണ്ട്, തുര്യാവസ്ഥ എന്ന് പറഞ്ഞാൽ പിന്നെ അതീന്ദ്രിയ ജ്ഞാനത്തിലൂടെ കുണ്ഡലിനിയിൽ വിദ്യയിലിരുന്നുകൊണ്ട് കണ്ണുമടച്ചുകൊണ്ട് ഒരു TV സ്ക്രീനിൽ കാണുന്നത് പോലെ 3 ലോകങ്ങൾ, 7 ലോകങ്ങളിൽ, 3 അല്ല, ഈ ഭൂമിക്ക് താഴെയുള്ള 7 ലോകത്തും ഭൂമിക്ക് മുകളിലുള്ള 7 ലോകവും നടക്കുന്ന സകല ജനനം, മരണം, ചതി, വഞ്ചന, പുണ്യപ്രവൃത്തി എല്ലാ കാര്യങ്ങളെയും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ശിവന്റെ ആ കണ്ണടച്ചിരിക്കുന്ന ഭാവത്തിനെയാണ് തുര്യാവസ്ഥ എന്ന് പറയുന്നത്. ആ തുര്യാവസ്ഥ അറിഞ്ഞുകൂടാത്തവർ കണ്ണടച്ചുകൊണ്ടിരിക്കുന്നത് ശിവൻ തപസ്യയാണ്. ശിവൻ ആരെ തപസ് ചെയ്യാൻ? ശിവൻ ആരെയും തപസ് ചെയ്യുന്നില്ല. എല്ലാ ഉപദേവന്മാരും എല്ലാവരും, ദേവി പോലും ശിവനെ തപസ് ചെയ്യുന്നു. ശിവന് മേലെ മറ്റൊരു ഈശ്വരനില്ല. അത് അനീശ്വരൻ, തനിക്കു മേലെ മറ്റൊരു ഈശ്വരൻ ഇല്ലാത്തവനെന്നാണ് ശിവ അഷ്ടോത്തര നാമത്തിൽ 45-ാമത്തെ നാമമായ ഓം അനീശ്വരായ നമഃ. അടുത്ത് 46-ാമത്തേത് ഓം സർവജ്ഞായ നമഃ. എല്ലാ അറിവിന്റെയും, എല്ലാ തത്വങ്ങളുടെയും, എല്ലാ പ്രപഞ്ച സൃഷ്ടി രഹസ്യത്തിൻ്റെയും, എല്ലാ മനുഷ്യ ദേവ ജീവ പ്രാണി സസ്യ വൃക്ഷ ലതാദികളുടെയും ആത്മാവായി വർത്തിക്കുന്നവനും നടരാജമൂർത്തി ആയവനും, നമ്മുടെ ഭരതമുനിക്ക് നാട്യശാസ്ത്രം പറഞ്ഞു കൊടുത്തവനും, ഭാഷാമാഹാത്മ്യം പാണിനി മഹർഷിക്ക് പറഞ്ഞു കൊടുത്തവനും, വാസ്തുവിദ്യ പരാശര മഹർഷിക്ക് പറഞ്ഞു കൊടുത്തതും, പിന്നെ പതഞ്ജലിക്ക് നൃത്തത്തിന്റെ എന്ന് വേണ്ട ലോകത്തുള്ള സകല വിദ്യകളുടെയും സംഗീതത്തിൻ്റെയും ആദി മൂർത്തി, ആദി ഗുരുവാണ് ശ്രീ മഹാദേവൻ. അത് സർവവും അറിഞ്ഞു. ഏതെന്നറിഞ്ഞാലാണോ ഇനി വേറൊന്നറിയേണ്ട എന്നുള്ള അതത്രേ ശിവതത്വം. ശിവതത്വങ്ങളും ശിവജ്ഞാനവും അറിഞ്ഞാൽ പിന്നെ അവന് മറ്റൊരു അറിവിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് 46-ാമത്തെ ശിവ അഷ്ടോത്തര നാമത്തിൽ എന്നാണ് ഓം സർവജ്ഞായ നമഃ. സകലതും അറിഞ്ഞവനെ, സകലത് അറിവിൻ്റെ ആൾരൂപമായവനെ, അതാണ് ദക്ഷിണാമൂർത്തി. തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ദക്ഷിണാമൂർത്തി. ഗുരുവേ സർവവിദ്യാനാം, സകല വിദ്യകളുടെയും ഗുരുവായവനെ, എല്ലാ രോഗങ്ങളെയും സുഖമാക്കി തരുന്ന ഭിഷജേ ഡോക്ടറെ, ഭവരോഗിണാം, ഉണ്ടാകാൻ പോകുന്നതുമായ രോഗങ്ങളെ സംഹരിക്കുന്നവനെ എന്ന് ദക്ഷിണാമൂർത്തി സ്തുതിയുണ്ട്. അപ്പോൾ ഓം സർവജ്ഞായ നമഃ 46-ാമത്തെ നാമം. അടുത്ത് 47 ഓം പരമാത്മനേ നമഃ. ജീവാത്മാക്കളും പരമാത്മാക്കളും ഉണ്ട്. നമ്മളെല്ലാം ജീവാത്മാക്കളാണ്. പക്ഷേ ഈ പരമാത്മാവ് ഒന്നേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിൻ്റെ പിതാവ് അച്ഛൻ ഒന്നേ ഉള്ളൂ. എത്ര എല്ലാവരും അച്ഛനല്ല, അച്ഛൻ ഒന്നേ ഉള്ളൂ. ശാസ്ത്രീയമായി നോക്കിയിരുന്നാലും എല്ലാം. അപ്പോൾ പരമാത്മാവ് ഒന്നേ ഉള്ളൂ. പരമാത്മാവ് പരമേശ്വരനാകുന്നു. പരമാത്മാവിനെ എല്ലാവരും പരമേശ്വരൻ എന്ന് തെറ്റിദ്ധരിക്കുകയാണ്. ഇന്ന് ചിലർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെ, അതായത് നമ്മളെ സൃഷ്ടിച്ച നമ്മളെ അച്ഛൻ തന്നെ നമുക്കറിയാം. പക്ഷേ ഒരിക്കലും അച്ഛൻ ആവുന്നില്ല നമ്മൾ. അച്ഛൻ്റെ ചൈതന്യത്തിൽ നിന്നാണ് നമ്മൾ, പരമാത്മാവിൽ നിന്നാണ് ജീവാത്മാക്കൾ ഉണ്ടായത്, ശരി തന്നെയാണ്. പക്ഷേ എല്ലാ ജീവാത്മാക്കളും പരമാത്മാവാവുകയില്ല. പരമാത്മാവ് ഒന്നേ ഉള്ളൂ, ജീവാത്മാക്കൾ ഒരുപാട് ഉണ്ട്. അപ്പോൾ പരമേശ്വരൻ ആണ് പരമാത്മാവ്, ശിവനാണ് പരമാത്മാവ്. അതാണ് ഓച്ചറ പരബ്രഹ്മം എന്ന് പറയുന്നത്. എല്ലാവർക്കും പരമാത്മാവാൻ സാധിക്കില്ല, എല്ലാവരും ജീവാത്മാക്കളാണ്.
ഉപദേവന്മാരെല്ലാം ജീവാത്മാക്കളാണ്. പക്ഷേ ഇന്ന് ഈ കലിയുഗത്തിൽ ജീവാത്മാക്കളെ പരമാത്മാവാക്കുന്നു, പരമാത്മാവായ പരമേശ്വരനെ ഉപദേവനായ ജീവാത്മാവാകുന്നു. തല തിരിച്ചുപോയി, തല തിരിച്ചിട്ടു. അതാണ് നമുക്ക് പുണ്യം നശിക്കുന്നതിന് കാരണം. നമ്മളെ പ്രാർത്ഥനകളും നമ്മുടെ പൂജകളും നമ്മുടെ സമർപ്പണങ്ങളും ഒന്നും ഫലവത്താകാതിരിക്കാൻ കാരണം പരമാത്മാവായ പരമേശ്വരനെ ഉപദേവനായിട്ടും ജീവാത്മാവായിട്ടും കണക്കാക്കി ഉപദേവന്മാരെ ജീവാത്മാക്കളെ പരമേശ്വരമൂർത്തിയായി എന്നിട്ട് പറയുന്നു എല്ലാം ഒന്ന് തന്നെ എന്ന് പറയുന്നു. അതെങ്ങനെ ഒന്നാവും? അമ്മയും അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ഭാര്യയും മകളും ഒന്നാണോ? അവരെ കാണുമ്പോൾ ഒന്നുപോലെ ഇരിക്കും. 11 KB കറണ്ടും നമ്മുടെ മൊബൈലിലുള്ള ആ ചെറിയ ബാറ്ററിയും ഒന്നാണോ? രണ്ടിൻ്റെയും അനുഗ്രഹ ശക്തി പ്രത്യേകമാണ്. ആയതിനാൽ ഓം പരമാത്മനേ നമഃ, പരമാത്മാവായ പരബ്രഹ്മസ്വരൂപനായ അതിൻ്റെ മൂർത്തിമത് രൂപമായ ശിവനായിക്കൊണ്ട് നമസ്കാരമെന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്. എല്ലാവരും പരമേശ്വരൻ, അങ്ങനെ ശിവൻ മാത്രമൊന്നും അല്ല പരമേശ്വരൻ എന്നാണ് വൈഷ്ണവത്തിൽ അവർ പറയുന്നത്. വൈഷ്ണവമൂർത്തികളെല്ലാം പരമാത്മാവാണ്. അപ്പൊ എത്ര പരമാത്മാവുണ്ടാവും? പരമാത്മാവ് ഒന്നല്ലേ ഉള്ളൂ. അച്ഛൻ ഒന്നല്ലേ? മാതാച്ച പാർവതീദേവി പിതാദേവോ മഹേശ്വര എന്നാണ് പറയുന്നത്. പിതാവ്, അച്ഛൻ, പ്രപഞ്ച ജഗത് സൃഷ്ടാവ് ഒന്നേ ഉള്ളൂ, ഒരു സ്ത്രീയും ഒരു പുരുഷനും. അപ്പോൾ അതിനെപ്പറ്റി വിശദീകരിച്ചാൽ ഒരുപാട് സമയമുണ്ട്. ഇവിടെ നമുക്ക് 108 വിശദീകരിച്ചിരിക്കുന്നു. അപ്പൊ 47ാമത്തെ നാമം ഓം പരമാത്മനേ നമഃ. ഇനി ശിവ അഷ്ടോത്തരത്തിൽ 48ാമത്തെ ഓം സോമ സൂര്യാഗ്നി ലോചനായ നമഃ. അപ്പോൾ സോമൻ, സൂര്യൻ, അഗ്നി, ചന്ദ്രനും സൂര്യനും അഗ്നിയും മഹാദേവന്റെ 3 കണ്ണുകൾ ആണ്. അതാണല്ലോ ചന്ദ്രാർക്ക വൈശാനരലോചനായ എന്ന് നാഗേന്ദ്രഹാരായ ത്രിലോചനായ എന്ന നാമത്തിലുള്ളത്. അപ്പോൾ സോമനും സൂര്യൻ, അപ്പൊ പകലും ശിവന്റെ അനുഗ്രഹം തന്നെ. കാരണം സൂര്യൻ ശിവന്റെ അനുഗ്രഹമാണ്. സൂര്യനെ പറ്റി ചിന്തിക്കുമ്പോൾ ശിവനെ കുറിച്ചാണ് ജ്യോത്സ്യന്മാരെല്ലാം ചിന്തിക്കുന്നതെന്നാണ്. അപ്പോൾ നടക്കുള്ള അഗ്നി, നമ്മുടെ ശരീരത്തിൽ നിലനിർത്തുന്ന ചൂട്, അത് ശിവന്റെ ചിഹ്നം. രാത്രിയുടെ ചിഹ്നമാണ് ചന്ദ്രൻ. അപ്പൊ ചന്ദ്രനും സൂര്യനും അഗ്നിയും മഹാദേവന്റെ. അതുകൊണ്ടാണ് സദാശിവൻ എന്ന് ശിവനെ വിളിക്കുന്നത്. സദാശിവൻ എന്ന വാക്കിന്റെ അർത്ഥവും സദാശിവായ നമഃ. സദാ, രാത്രിയെന്നോ പകലെന്നോ ഇല്ല, എപ്പോഴും രാത്രിയും പകലും ഇല്ലാത്ത ശിവനെ എന്നാണ് ഓം സദാശിവായ നമഃ എന്ന നാമത്തിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഓം സോമ സൂര്യാഗ്നി ലോചനായ നമഃ. ചന്ദ്രനും സൂര്യനും അഗ്നിയും 3 കണ്ണുകളായിട്ടുള്ള ശിവനെ നമസ്കാരം എന്നാണ് ഓം സോമ സൂര്യാഗ്നി ലോചനായ നമഃ. അടുത്ത് 49ാമത്തേത് ഓം ഹവിഷേ നമഃ. അരി, എള്ള്, ഉഴുന്ന്, പഞ്ചസാര, മധു, നെയ്യ്, സോമലത, അമൃതവള്ളി, ഇവ ഇത്രയുമാണ് ഹവിസ് എന്ന കൊണ്ടുവന്നത്. ഈ ഹവിസ് നമ്മൾ ഹോമാഗ്നിയിൽ, മൃത്യുഞ്ജയ ഹോമത്തിനും യാഗങ്ങളിലും ഹോമങ്ങളിലും ഒക്കെ അർപ്പിക്കുന്നു. അപ്പോൾ ഹോമിക്കപ്പെടുന്ന ദ്രവ്യത്തിൻ്റെ അംശത്തെ ഹവിസ് എന്ന് പറയുന്നു. മഹാദേവൻ തന്നെയാണ് ഈ ഹവിസും, ഈ ഹോമിക്കുന്ന ഹോതാവും, ഹോമിക്കപ്പെടുന്ന വസ്തുവും, ഹോമവും എല്ലാം ശ്രീ മഹാദേവൻ രുദ്രൻ തന്നെയാണെന്നാണ് ശ്രുതികളിലും സ്മൃതികളിലും ആഗമങ്ങളിലും വേദങ്ങളിലും പറയുന്നത്. ഹവിസ് തന്നെയാണ് ഹോമിക്കപ്പെടുന്ന ദ്രവ്യവും ഹോമകർത്താവും, അതിൽ നിന്നുയർന്നു വരുന്ന ഹവിസും എല്ലാം ശിവൻ തന്നെ എന്നാണ് ഓം ഹവിസേ നമഃ എന്ന് 49ാമത്തെ നാമത്തിൽ പറയുന്നത്. ഇതിനെ 50ാമത്തെ നാമം ഓം യജ്ഞമയായ നമഃ. അപ്പോൾ ഹോമം, യജ്ഞം, യാഗം എന്നിവയിൽ ദേവപ്രീതികരമായ അനുഷ്ഠാനങ്ങൾ ആണ് ഇവയെല്ലാം തന്നെ. ദേവന്മാരെ ദേവനാമ മന്ത്രോച്ചാരണങ്ങളാൽ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഈ അനുഷ്ഠാനങ്ങളും ഈശ്വര പ്രതിരൂപങ്ങൾ തന്നെ. യജ്ഞങ്ങളിൽ പ്രകീർത്തിക്കപ്പെടുന്നവനും യജ്ഞ അധ്യക്ഷനും യജ്ഞസ്വാമിയും മഹാദേവൻ തന്നെ, ശിവൻ തന്നെ എന്ന് വേദങ്ങളിൽ പറയുന്നു. വേദങ്ങളിൽ പറയുന്ന ഒരേ ഒരു ഈശ്വരൻ ശിവൻ, ദേവിയും ശിവനും മാത്രമേ ഉള്ളൂ. ബാക്കി വൈഷ്ണവ ദേവതകളുടെ ഒരുത്തരുടെയും പേരുകൾ ഒരു വേദത്തിലും പരാമർശിക്കുന്നില്ല. ശിവനും ദേവിയും കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് ഇന്ദ്രനെ കുറിച്ചാണ്.
ഇന്ദ്രനെ കുറിച്ച് വേദങ്ങളിൽ പരാമർശമുണ്ട്. പക്ഷേ മറ്റു ഒരു ദേവൻ, ഈ ഉപദേവന്മാരുടെ എല്ലാം കാണുന്നത് ഇതിഹാസങ്ങളിലൂടെയും രാമായണത്തിലൂടെയും മഹാഭാരതത്തിലൂടെയും ഒക്കെയാണ് നമ്മൾ മറ്റുള്ള ദേവന്മാരെ കാണുന്നത്. വേദങ്ങളിൽ പറയുന്നു യജ്ഞമയായ നമഃ, യജ്ഞത്തിൽ ഹോമാഗ്നിയിൽ ഹവിസായി സമർപ്പിക്കുന്നത് യജ്ഞരൂപനായ പശുപതിയായ ശ്രീ ശിവൻ തന്നെ എന്നാണ് 50ാമത്തെ നാമമായ ശിവ അഷ്ടോത്തര നാമം ഓം യജ്ഞമയായ നമഃ. 51ാമത്തെ നാമം ഓം സോമായ നമ എന്നാണ്. സോമായ നമ എന്ന നാമത്തിന് 3 അർത്ഥങ്ങൾ ഉണ്ട്. ഒന്ന്, സ ഉമ, അതോട് കൂടിയ എന്നാണ് സ എന്ന വാക്കിൻ്റെ അർത്ഥം. അതായത് ഉമയോട് കൂടിയ ശിവനെയാണ്, പാർവതീ ദേവിയെയാണ് ഉമ എന്ന് പറയുന്നത്. പാർവതീ ദേവിക്ക് ഉമ എന്ന് പേരുണ്ടാകാൻ കാരണം ശിവനെ ഭർത്താവായി കിട്ടുന്നതിന് വേണ്ടി കഠിനമായ ക്ലേശം സഹിച്ചുകൊണ്ടുള്ള തപസ് പാർവതീ ദേവിയെ അനുഷ്ഠിച്ചപ്പോൾ അച്ഛൻ ഹിമവാനും അമ്മ മേനാദേവിയുമായിട്ട് മകളോട് പറഞ്ഞു, മ. ഉ എന്നാൽ തപസ്, മ എന്നാൽ അരുത്. തപസ് അരുത് മകളെ, ഇത്ര ചെറുപ്പത്തിൽ, ഈ കുഞ്ഞു പ്രായത്തിൽ ഇത്രയേറെ ക്ലേശങ്ങൾ സഹിച്ച് ഈ തപസ് വേണോ വേണ്ട എന്ന് ദേവിയോട്, പാർവതി ദേവിയോട് അച്ഛനും അമ്മയും പറഞ്ഞു. അങ്ങനെയാണ് അങ്ങനെയാണ് ഉമ എന്നുള്ള പേര് പാർവതി ദേവിക്ക് ഉണ്ടായത്. അപ്പോൾ സോമ എന്ന വാക്കിൻ്റെ അർത്ഥം ഉമയോട് കൂടിയ ശിവനെയാണ് സോമൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരർത്ഥം എന്തെന്നാൽ യജ്ഞത്തിന് ഹവിസായി അർപ്പിക്കാനുള്ള സോമലത മഹാദേവന്റെ ചൈതന്യ പ്രതീകമാണ്. ഹവിസായി യജ്ഞങ്ങളിൽ അർപ്പിക്കുന്ന സോമലത അത് ശിവചൈതന്യം തന്നെയാണ്. ആ അർത്ഥത്തിലും സോമായ എന്നുള്ള ആ വാക്ക് ഇതിന് പ്രസക്തി ഉണ്ട്. ഇത് രണ്ടുമാണ് ഓം സോമായ നമ എന്ന 51ാമത്തെ നാമത്തിൻ്റെ അർത്ഥം. ഇനി 52 ഓം പഞ്ചവക്രായ നമഃ. മഹാദേവൻ ഈ പ്രപഞ്ചം ആണ്. ഈ പ്രപഞ്ചത്തിന് 5, യഥാർത്ഥത്തിൽ 10 ദിക്കുകൾ, ദശദിക്കുകൾ ഉണ്ടെന്നാണ്. അതിൽ 5 മുഖങ്ങളോടെ മഹാദേവൻ, സദ്യോജാതം, വാമദേവം, അഘോരം, ഈശാന്യം, തത്പുരുഷം, ഈ 5 മുഖങ്ങളുടെ മുഖങ്ങൾ തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, ആകാശദിക്ക് എന്നിങ്ങനെ, ഊർധ്വദിക്ക് എന്ന് പറയുന്ന ആകാശദിക്ക് എന്നിങ്ങനെ 5 ദിക്കുകളിലേക്ക് തിരിഞ്ഞിരിക്കുന്നതിനാൽ പഞ്ചവക്രൻ എന്ന് മഹാദേവന് പേരുണ്ട്. അപ്പോൾ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും തിരോധാനവും നടത്തുന്നതിന് വേണ്ടി ആണ് ഈ 5 മുഖങ്ങൾ, പഞ്ചമുഖങ്ങൾ ഉള്ളത്. വക്രം എന്നാൽ മുഖം എന്നർത്ഥം. ഓം പഞ്ചവക്രായ നമ എന്നാണ് 52ാമത്തെ നാമം. 5 മുഖങ്ങളോട് കൂടിയവനെ എന്നാണ്. അപ്പോൾ ഈ 5 മുഖങ്ങളുടെ പേരുകൾ സദ്യോജാതം, വാമദേവം, അഘോരം, ഈശാന്യം, തത്പുരുഷം. 5 മുഖങ്ങൾ കൊണ്ടുള്ള കർത്തവ്യങ്ങൾ സൃഷ്ടി, സ്ഥിതി, സംരക്ഷണ, തിരോധാന, സംഹാര കർമ്മങ്ങൾ നടത്തുന്നു. ഇവയാണ് 5 മുഖങ്ങൾ. 5 പ്രപഞ്ചത്തിൻ്റെ 5 ദിക്കുകളെയാണ് പഞ്ചവക്രൻ, 5 മുഖങ്ങളുള്ളവൻ എന്ന് മഹാദേവനെ ഈ നാമത്തിലൂടെ അർത്ഥമാക്കുന്നത്. അടുത്ത ഓം സദാശിവായ നമഃ. സദാശിവൻ എന്ന് പറഞ്ഞാൽ 53ാമത്തെ നാമം ഓം സദാശിവായ നമഃ. സദാ എന്നാൽ രാത്രിയും പകലും ഇല്ലാത്ത ശിവനെയാണ് സദാശിവൻ എന്ന് പറയുന്നത്. മനുഷ്യരായ നമുക്കെല്ലാം സൂര്യനുള്ളപ്പോൾ പകലാണ്, ചന്ദ്രനുള്ളപ്പോൾ രാത്രിയാണ്. സൂര്യനില്ലാത്തപ്പോൾ നമുക്ക് രാത്രിയാണ്, ചന്ദ്രനില്ലാത്തപ്പോൾ നമുക്ക് പകലുമാണ്. പക്ഷേ സൂര്യനും ചന്ദ്രനും 2 കണ്ണുകളായി ഇരിക്കുന്ന മഹാദേവനാകട്ടെ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ സഹായമില്ലാതെ രാത്രിയും പകലും സൃഷ്ടിക്കുവാൻ കഴിവുള്ള ദേവനായതുകൊണ്ടാണ് ഓം സദാശിവായ നമഃ എന്ന് 108 ശിവ അഷ്ടോത്തരത്തിൽ 53ാമത്തെ നാമമായി ഇവിടെ പറയുന്നത്. അടുത്ത് 54ാമത്തത് ഓം വിശ്വേശ്വരായ നമഃ എന്നാണ്. ഭൂമിയിൽ നിന്നും അനേക കോടി പ്രകാശവർഷങ്ങൾക്കകലെ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മാണ്ടത്തിൻ്റെയും ഭൂസ്വർഗ പാതാളങ്ങൾ അടങ്ങിയ അഖിലാണ്ടത്തിൻ്റെയും സൃഷ്ടിയും സ്ഥിതിയും കൽപ്പാന്തത്തിൽ സംഹാരവും നടത്തുന്ന ശ്രീ പാർവതീ സമേതനായ പരമേശ്വരമൂർത്തിയെ ആണ് പരബ്രഹ്മസ്വരൂപനായ പരമാത്മാവുമായ ശ്രീ ശിവ മഹാദേവനെ ആണ് വിശ്വേശ്വരൻ എന്നതുകൊണ്ട്, വിശ്വത്തിൻ്റെ ഈശ്വരൻ, വിശ്വത്തെ സൃഷ്ടിക്കുകയും
സൃഷ്ടിക്കുകയും നിലനിർത്തുകയും സംഹരിക്കുകയും ചെയ്യുന്ന ഈ സൃഷ്ടി, ശ്വ, നിലനിർത്തൽ, രം, സംഹരിക്കൽ, ഈ 3 കർമ്മങ്ങളും നടത്തുന്ന അഖിലാണ്ടുകൂടി ബ്രഹ്മാണ്ടത്തിൻ്റെയും ഉൽപ്പത്തിയും നിലനിൽപ്പും സംഹാരവും നടത്തുന്ന മഹാദേവനെ, പരമാത്മാവായ ശിവനെ ആണ് ഓം വിശ്വേശ്വരായ നമഃ എന്ന നാമത്തിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ നേപ്പാളിൽ പശുപതിനാഥ ക്ഷേത്രത്തിലും പിന്നെ അതുപോലെ തന്നെ കാശിയിൽ കാലഭൈരവനായിട്ട് വിശ്വനാഥൻ, കാശി വിശ്വനാഥൻ ഭാവത്തിലും നേപ്പാളിൽ പശുപതിനാഥ ഭാവത്തിലും പ്രതിഷ്ഠിതനായിരിക്കുന്നു വിശ്വേശ്വരനായ ശ്രീ ശിവ തമ്പുരാൻ. അടുത്ത് 55 ഓം വീരഭദ്രായ നമഃ. വീരഭദ്രൻ എന്ന് പറയുന്നത് ശിവചൈതന്യത്തിൽ നിന്ന് ഉണ്ടായി വന്നതാണ്. അഹങ്കാരിയായ ദക്ഷനെ, ആ ദക്ഷന്റെ അധ്വരത്തെ, യാഗത്തെ മുടക്കുന്നതിന് വേണ്ടി, അപ്പോൾ ആ ദക്ഷ യാഗാഗ്നിയിൽ വെച്ച് സതീദേവിയെ അധിക്ഷേപിച്ചു ദക്ഷ പ്രജാപതി. അതിൽ മനംതൊന്ന് ദേവിയമ്മ സതീദേവി ആത്മാഹുതി ചെയ്തത് ലോക പ്രസിദ്ധം ആണ്. അപ്പോൾ ആ സമയത്ത് മഹാദേവന്റെ ജട പിടിച്ച് പാറയിലടിച്ചപ്പോൾ ഉണ്ടായ ആ ദക്ഷനെ സംഹരിക്കുന്നതിന് വേണ്ടി ഉണ്ടായ ശിവചൈതന്യമാണ് വീരഭദ്രൻ. അപ്പോൾ മൂകാംബികയിൽ ഈശാന കോണിലൊക്കെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ 4ാമത്തെ അവതാരമായ നരസിംഹമൂർത്തിക്ക് അവതാര മോക്ഷം കൊടുക്കുന്നതിന് വേണ്ടി വീരഭദ്രൻ വന്നിട്ടുണ്ട്. അങ്ങനെ ശിവപുരാണത്തിലെല്ലാം ശിവന്റെ മൂലപ്രകൃതത്തിൽ നിന്നും ഒരു ഛായ പോലെ ഉണ്ടായ ആ ശിവചൈതന്യമാണ് ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ധർമ്മം നിലനിർത്താനും പ്രപഞ്ചത്തിൻ്റെ സമതുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി ശിവന്റെ ജടയിൽ നിന്ന് ഉണ്ടായ ചൈതന്യമാണ് ഓം വീരഭദ്രായ നമഃ. വീരഭദ്രനും ശിവന്റെ ചൈതന്യം അംശം തന്നെ എന്നാണ്. അടുത്ത 56 ഓം ഗണനാഥായ നമഃ. 56ാമത്തെ ശിവ അഷ്ടോത്തര നാമം. അർത്ഥം: നന്ദി, ഭൃംഗി, മഹാകാളൻ, പ്രമഥൻ, പ്രഥമനല്ല പ്രമഥൻ, ചണ്ഡേശ്വരൻ, കുണ്ഠോദരൻ തുടങ്ങിയ ഭൂതഗണങ്ങളുടെ നാഥൻ, ഇവരെല്ലാം കൈലാസത്തിലെ ശിവഭൂതഗണങ്ങളാണ്. ആരൊക്കെയാണ്? പ്രധാനി നന്ദിയാണ്. നന്ദി കഴിഞ്ഞാൽ ഭൃംഗി, മഹാകാളൻ, പ്രമഥൻ, ചണ്ഡേശ്വരൻ, കുണ്ഠോദരൻ തുടങ്ങിയവരുടെ എല്ലാ ഗണങ്ങളുടെ, ആ കൂട്ടത്തിൻ്റെ ഭൂതഗണങ്ങളുടെ നാഥൻ ആയതുകൊണ്ടാണ്, അതിനെ നിയന്ത്രിക്കുകയും അതിനെ നാഥനും ആയതുകൊണ്ടാണ് ഗണനാഥായ നമഃ, ഓം ഗണനാഥായ നമഃ എന്ന് 56ാമത്തെ നാമത്തിൽ മഹാദേവനെ വിശേഷിപ്പിക്കുന്നത്, അഷ്ടോത്തര നാമത്തിൽ. അടുത്ത് ഓം പ്രജാപതയേ നമഃ. 57ാമത്തെ നാമമാണ് ഓം പ്രജാപതയേ നമഃ. മഹേശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ട പ്രജകളുടെ നാഥനായതിനാൽ പ്രജാപതി. ഏകാദശ രുദ്രന്മാർ 11 അവരെ പ്രജകൾ എന്നറിയപ്പെടുന്നു. അവരുടെ നാഥനാണ് മഹാദേവൻ. ആയതിനാൽ ഓം പ്രജാപതയേ നമഃ എന്ന് 57ാമത്തെ നാമത്തിൽ അഷ്ടോത്തരത്തിൽ മഹാദേവനെ വിശേഷിപ്പിക്കുന്നു. അടുത്ത് 57ാമത്തെ നാമത്തിൽ ഇനി അടുത്ത് പറയാൻ പോകുന്നത് 58ആണ്. 58ാമത്തെ നാമം ഓം ഹിരണ്യരേതസേ നമഃ എന്നാണ്. ശിവനെ ഓം ഹിരണ്യരേതസേ നമഃ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സൃഷ്ടിയുടെ ആദിയിൽ രുദ്രൻ ജലത്തെ സൃഷ്ടിക്കുകയും അതിൽ തൻ്റെ വീര്യത്തെ സംയോജിപ്പിക്കുകയും ചെയ്തു. ആ വീര്യം 1000 കിരണങ്ങളുള്ള സൂര്യൻ്റെ തേജസ് ആർജിക്കുകയും സ്വർണ്ണ നിറത്തിലുള്ള തേജസ്സായി പരിണമിക്കുകയും ചെയ്തു. സ്വർണ്ണ ബീജമുള്ളവൻ എന്നും ഈ ഹിരണ്യരേതസേ നമഃ എന്ന വാക്കിന് അർത്ഥം പറയാം. മറ്റൊരർത്ഥം, മഹാവിഷ്ണുവിൻ്റെ മോഹിനി രൂപം കണ്ടപ്പോൾ മഹാദേവൻ മോഹിനിയെ ആലിംഗനം ചെയ്യുകയും ശിവരേതസ് സ്ഖലിച്ച് ഭൂമിയിൽ വീഴുകയും ആ വീണ സ്ഥലങ്ങളിൽ അവിടമെല്ലാം സ്വർണമായി മാറുകയും ചെയ്തു. ഇതിനെ ഹിരണ്യരേതസ് എന്ന് പറയുന്നു. ഓം 58ാമത്തെ നാമം ഓം ഹിരണ്യരേതസേ നമഃ. സ്വർണ്ണ രേതസ് ഉള്ള എന്ന് ആണ് ഈ നാമത്തിൻ്റെ അർത്ഥം. 59 ഓം ദുർദർശായ നമഃ. ശിവമാഹാത്മ്യം പൂർണ്ണമായി അറിയാൻ ഋഷീശ്വരന്മാർക്ക് പോലും സാധിച്ചിട്ടില്ല. ആർക്കും കീഴടക്കാനോ പരാജയപ്പെടുത്താനോ പൂർണ്ണമായി മനസ്സിലാക്കാനോ സാധിക്കാത്തവനാണ് ശിവൻ എന്നാണ് ഈ 59ാമത്തെ നാമം ഓം ദുർദർശായ നമഃ എന്നതിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ആരാലും നിന്ദിക്കപ്പെടാത്തവനാണ്. ശിവനിന്ദ എന്നാൽ സർവനാശം എന്നാണ്.
അപ്പോൾ അസുരൻ്റെയും ദക്ഷൻ്റെയും ഒക്കെ കഥ തെളിയിക്കുന്നത് ശിവ നിന്ന എന്നാൽ അവൻ്റെ സർവനാശവും അന്ത്യവും ആയിരിക്കും എന്നുള്ളതാണ്. ഓം ദുർദർശായ നമഃ, ആരാലും കീഴ്പ്പെടുത്താൻ സാധിക്കാത്തവൻ എന്നാണ്. 60-ാമത്തത് ഓം ഗിരിശായ നമഃ. ഗിരിശായ നമഃ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഗിരിയായ കൈലാസത്തിൻ്റെ ഈശനാണ് ഗിരീശൻ. കൈലാസം, മേരു, മന്ദരം, ഗന്ധമാദനം തുടങ്ങിയ കുലപർവ്വതങ്ങളുടെ പ്രതീകമായ കവർദം എന്ന ജടയെ ശിവൻ ശിരസിൽ ധരിച്ചിരിക്കുന്നു. ഗിരീശൻ, അതാണ് ഗിരീശൻ. അപ്പോൾ കാളയെ വാഹനമാക്കിയവനും ശൂലപാണിയുമായ ഗിരീശനാണ് ഞങ്ങളുടെ ഈശൻ എന്ന് പർവ്വതങ്ങൾ നാരദനോട് പറഞ്ഞതായി ഹരിവംശത്തിൽ പരാമർശം ഉണ്ട്. ശിവപാർവതിമാരുടെ ചിത്രത്തിൻ്റെ പശ്ചാത്തലമായി പർവ്വത നിരകൾ കാണുന്നത് ശ്രദ്ധേയമാണ്. ഗിരിനിരകൾ പിന്നിലില്ലാത്ത ശിവചിത്രം അപൂർണം ആണ്. അപ്പോൾ ഗിരി, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഗിരി, പർവ്വതം, കൈലാസത്തിൽ ശയിക്കുന്നവൻ എന്നാണ് ഗിരീശായ നമഃ എന്ന അർത്ഥം. ഇനി ശൈലത്തിൻ്റെ ഈശ്വരനായവനാണ് ഗിരീശൻ. ഇനി അടുത്ത് പർവ്വതത്തിൽ, അവിടെ ആ ശൈല പർവ്വതത്തിൽ കിടക്കുന്നവൻ, ശയിക്കുന്നവനെന്ന് 61-ാമത്തെ നാമം ഓം ഗിരിശായ നമഃ. 60-ാമത്തെ നാമം ഓം ഗിരീശായ നമഃ. ദീർഘമുണ്ട് 60-ാമത്തെ നാമത്തിന്. ഓം ഗിരീശായ നമഃ, ഗിരിയുടെ ഈശനായവൻ. അടുത്ത 61-ൽ ഗിരിയിൽ ശയിക്കുന്നവൻ. മേരുപർവ്വതത്തെ വില്ലാക്കി ത്രിപുര ദഹനം നടത്തിയവൻ എന്നും ഭക്തർക്ക് അഷ്ട ഐശ്വര്യങ്ങളും നൽകുന്ന മഹാദേവന്റെ വാസസ്ഥലം ആകാശത്തിന് താഴെ ആണെന്നും ആകാശത്തെ മേൽക്കൂരയായി വസിക്കുന്നവനും ഭവനരഹിതനുമാണ് ശ്രീ പരമേശ്വരൻ. തടാധോ നിവാസം എന്ന് ഒരു നാമം ഉണ്ട്. അതിൽ പറയുന്നു മഹാട്ടഹാസം തടാധോ നിവാസം ഭവൽ ഭവ്യ ഭൂതേശ്വരം ഭൂതനാഥം ശിവം ശങ്കരം പ്രഭും പ്രാണനാഥം വിഭും വിശ്വനാഥം എന്ന് തുടങ്ങുന്ന ആ ശ്ലോകത്തിൽ തടാധോ നിവാസം എന്ന് പറഞ്ഞാൽ ആകാശത്തിന് കീഴെ ഭവനരഹിതനാണ്. ഭക്തജനങ്ങൾക്ക് മണിമാണികളും സ്വർണ്ണ ഗോപുരങ്ങളും സ്വർണവും കനകവും എല്ലാം കൊടുക്കാൻ സാധിക്കുന്ന മഹാദേവനാകട്ടെ ഭവനരഹിതനായി. ഒരിക്കൽ ഒരു മഴ വന്നപ്പോൾ മഹാദേവൻ പാർവതി ദേവിയോട്, ദേവി മഴ വരുന്നല്ലോ, നമുക്ക് കിടക്കാൻ ഒരിടമില്ലല്ലോ എന്ന് പറഞ്ഞതായിട്ട് ആ ഹരിവംശത്തിൽ ഒരു പരാമർശമുള്ളതായി ശ്രുതികളിൽ മറ്റുമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓം ഗിരിശായ നമഃ എന്ന് പറഞ്ഞ ഗിരിയിൽ ശയിക്കുന്നവൻ. അത് 61-ാമത്തെ നാമം. ഇനി 62 ഓം അനഘായ നമഃ. അഖം എന്നാൽ പാപം, അനഘൻ എന്നാൽ പാപം ഇല്ലാത്തവൻ. ഓരോരുത്തരിലും ആത്മാവായി വർത്തിക്കുന്നതാണല്ലോ ശിവചൈതന്യം. നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ അനുഭവിക്കുന്നത് നമ്മുടെ ശരീരമാണ്. ആത്മാവ് സാക്ഷി മാത്രമാണ്. ചേമ്പിലയിൽ വെള്ളം വീണ് ഒഴുകിപ്പോകുന്നത് പോലെ ആത്മാവിനെ പാപം ഗ്രസിക്കുന്നില്ല. പരമാത്മാവിൻ്റെ രൂപത്തിൽ വർത്തിക്കുന്ന ശിവഭഗവാൻ ഇക്കാരണത്താൽ പാപത്തിന് അതീതനാണ്. അതുകൊണ്ട് അഖം എന്നതിൻ്റെ വിപരീതമാണ് അനഘം. അഖം എന്നാൽ പാപം, അനഘൻ എന്നാൽ പാപം ബാധിക്കാത്തവൻ എന്നാണ്. പാപപുണ്യങ്ങൾ എന്നത് മഹാദേവൻ നിഷ്കള പരബ്രഹ്മനായ മഹാദേവന് പാപപുണ്യ സങ്കല്പങ്ങൾ, അത് നിർവാണ ഷഡ്കം എന്ന് പറയുന്ന ആ കൃതിയിൽ, ശങ്കരാചാര്യ രചനയിൽ പാപപുണ്യങ്ങളല്ല ഞാൻ, ഭക്തനല്ല, പിന്നെ മോക്ഷമല്ല, മുക്തിയല്ല എന്നുള്ള ഒരു ചൊല്ല്, ഒരു നാമം നിർവാണ ഷഡ്കത്തിൽ ഉണ്ട്. അതാണ് ഇവിടെ ഓർമ്മ വരുന്നത്. പാപങ്ങൾക്ക് അതീതനായ ഓം അനഘായ നമഃ. 62-ാമത്തെ നാമം പാപങ്ങൾക്ക് അതീതനായവൻ, പാപം തീണ്ടാത്തവൻ, പാപം ബാധിക്കാത്തവൻ എന്നാണ്. 63 ഓം ഭുജഗഭൂഷണായ നമഃ. ഭുജകം എന്നാൽ സർപ്പം, നാഗം. ഏത് നാഗം? വാസുകി എന്ന നാഗം. അപ്പോൾ ഗരുഡൻ്റെ വംശ അനിയത്തിയുടെയും ജ്യേഷ്ഠത്തിൻ്റെയും മക്കളാണ്. ഇവിടെ വെച്ച് കണ്ടാൽ നാഗങ്ങളെ കൊത്തി തിന്നു. അപ്പോൾ മഹാദേവനോട് കേണപേക്ഷിച്ചു, നാഗങ്ങൾ
ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം, എവിടെ വെച്ച് കണ്ടാലും ഗരുഡൻ. അപ്പോൾ മഹാദേവൻ ഒഴിഞ്ഞു, എൻ്റെ കഴുത്തിൽ കണ്ഠാഭരണമായി നിങ്ങൾ കിടന്നുകൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വാസുകി, നാഗങ്ങളുടെ ശ്രേഷ്ഠനായ വാസുകി മഹാദേവൻ്റെ കഴുത്തിൽ ആഭരണമായി കിടക്കുന്നത്. അപ്പോൾ ശിവഭക്തർക്ക് 5 വിധത്തിലുള്ള ദുർമരണങ്ങൾ ബാധിക്കുകയില്ല എന്നുള്ളതിൽ ഒന്ന്, വിഷം തീണ്ടിയുള്ള മരണം ശിവഭക്തർക്ക് ഉണ്ടാവുകയില്ല എന്നാണ്. ഈ നാഗത്തെ ഭുജം കൊണ്ട് ഗമിക്കുന്നതിനാൽ നെഞ്ചുകൊണ്ട് ഇഴയുന്നതെന്നാണ് ഭുജംഗം എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ വാക്ക് നാമം ഏതാണ്? 63ാമത്തെ നാമം ഓം ഭുജംഗ ഭൂഷണായ നമഃ. നാഗത്തെ ഭൂഷണമായി ഹാരമായി കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നവനെ എന്നാണ് ഓം ഭുജംഗഭൂഷണായ നമഃ. അടുത്ത് 64 ഓം ഭർഗായ നമഃ. അപ്പോൾ ഭർഗൻ എന്നാൽ ജഗത്തിനെ ഭരിക്കുന്നവനും കാലത്തെയും കാമദേവനെയും സംഹരിക്കുന്നവനുമാണ് ഭർഗൻ. സൂര്യഗായത്രി മന്ത്രത്തിലെ ഭർഗ തേജസ് പരാശക്തിയാണ്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് എന്ന് തുടങ്ങുന്ന ആ സൂര്യഗായത്രിയിലെ ഭർഗതേജസ് എന്ന് പറയുന്ന ദേവിയാണ്. അപ്പോൾ ജ്യോതിസ്വരൂപമായ ഭർഗതേജസ് ആദിത്യൻ അല്ലെങ്കിൽ സൂര്യൻ എന്നറിയപ്പെടുന്നു. ആ സൂര്യൻ മഹാദേവന്റെ കണ്ണാണ്. ഭർഗതേജസ്സിന്റെ ചൈതന്യം സൂര്യരൂപത്തിൽ ശിവന്റെ മുഖത്തു നോക്കിയാൽ കാണാം. ശ്രീരുദ്ര മന്ത്രത്തിൽ 1-ാം അനുഭാഗത്തിൽ 7-ാം മന്ത്രത്തിൽ ചുവന്ന നിറത്തിലുള്ള സൂര്യന്റെ രൂപത്തിൽ ഭർഗ തേജസ്സായി ലോകത്തിന് മംഗളം നൽകുന്നവൻ ശിവൻ രുദ്രൻ എന്ന് പരാമർശം ഉണ്ട്. അപ്പോൾ 64ാമത്തെ നാമമാണ് ഓം ഭർഗായ നമഃ. അടുത്ത 65 ഓം ഗിരിധന്വിനേ നമഃ. അർത്ഥം മേരുപർവ്വതമാകുന്ന ഗിരിയെ വില്ലാക്കിയവൻ. ത്രിപുര ദഹനം നടന്ന സമയത്ത് വാസുകിയെ മേരുവിൻ്റെ കയറാക്കി ശൂലത്താൽ ത്രിപുരന്മാരെ സംഹരിച്ചു. അപ്പോൾ ധന്യുനെ എന്ന് പറഞ്ഞാൽ വില്ല് കയ്യിൽ ഇരിക്കുന്നവനെന്നർത്ഥം. ഓം ഗിരിധന്വിനേ നമഃ. അപ്പോൾ മേരുപർവ്വതത്തെ വില്ലാക്കിയവനാണ്. ത്രിപുരദഹന സമയത്ത് ത്രിപുരന്മാരെ സംഹരിക്കുന്ന സമയത്ത് മേരുപർവ്വതത്തെ വില്ലാക്കിയാണ് മഹാദേവൻ ത്രിപുരദഹനം നടത്തിയത്. അതിനെ സൂചിപ്പിക്കുന്നതാണ് ഓം ഗിരി ധന്യുനേ. ധനുസ് വില്ല്, അതിനാണ് ധന്യുനേ നമഃ എന്ന്. അടുത്ത 66ാമത്തെ നാമമാണ് ഓം ഗിരിപ്രിയായ നമഃ. കൈലാസം, മേരുപർവ്വതം, ഗന്ധമാദനം തുടങ്ങിയിട്ടുള്ള പർവ്വതങ്ങളിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്നവൻ. ശിവപാർവതിമാർ ദേവതകളാണ്. നിരനിരകളിലൂടെയുള്ള ജഗൽപിതാക്കളുടെ സഞ്ചാരത്തിലും സാമീപ്യത്തിലുമാണ് സിദ്ധവൈദ്യം മനുഷ്യന് ലഭിച്ചത്. വനത്തിൽ കാട്ടാള രൂപത്തിൽ ശിവപാർവതിമാർ വസിച്ചിരുന്ന ഭാവമാണ് കിരാതമൂർത്തി ഭാവം. ഘോര വനാന്തരങ്ങളുടെ രൂപത്തിലും പച്ചിലകളോടുകൂടിയ സസ്യങ്ങളുടെ രൂപത്തിലും കാണപ്പെടുന്നത് രുദ്രന്റെ ചൈതന്യം തന്നെ എന്ന് രുദ്രമന്ത്രത്തിലെ 2-ാം അനുഭാഗത്തിൽ 2-ാം മന്ത്രത്തിൽ പറയുന്നു. ഇങ്ങനെ ഗിരികളുടെ രൂപത്തിൽ, പർവ്വതങ്ങളുടെ രൂപത്തിൽ ഗിരിപ്രിയനായി, പർവ്വതങ്ങൾക്ക് പ്രിയങ്കരനായി സർവാനുഗ്രഹങ്ങളും നൽകുന്നവനാണ് ശ്രീ മഹാദേവൻ. മാത്രവുമല്ല, മഹാദേവന്റെ കവർത്തമെന്ന് ജഡ സൂചിപ്പിക്കുന്നത് ലോകത്തുള്ള സകല ഗിരികളെയും പർവ്വതങ്ങളുടെയും പ്രതീകമാണ് മഹാദേവന്റെ കവർത്തം എന്ന ജഡ. ഇപ്രകാരം പർവ്വതങ്ങൾക്ക് പ്രിയനായവനും പർവ്വതത്തിൻ്റെ ചൈതന്യം തന്നെ ആയവനുമായ ശിവന് നമസ്കാരം എന്നാണ് ഓം ഗിരിപ്രിയായ നമഃ. ഗിരികൾക്ക് പ്രിയങ്കരനായവനെ, ഗിരിയുടെ ചൈതന്യം തന്നെ ആയവനെ എന്നാണ്. 67 ഓം കൃത്യവാസസേ നമഃ. അതായത് മഹിഷാസുരൻ ദേവിയാൽ സംഹരിക്കപ്പെട്ടതിൽ കോപാകുലനായ മഹിഷാസുരൻ്റെ മകൻ ഗയാസുരൻ ഒരു ആനയായി, മതയാനയായി വന്ന് മഹാദേവനെ നേരിടാൻ തുടങ്ങിയപ്പോൾ ആ മതയാനയെ, ആ ഗയാസുരനെ സംഹരിച്ച് അതിൻ്റെ തോൽ ഉരിച്ചെടുത്ത് മഹാദേവൻ ഉടുവസ്ത്രമായി ധരിച്ചിരിക്കുന്നു. ആ വസ്ത്രമാണ് ഭദ്രകാളി ദേവിക്ക് ദാരികനെ നിഗ്രഹിക്കാൻ പോയപ്പോൾ ശിവൻ കൊടുത്തത്, മകൾക്ക് കൊടുത്തത് ഈ ആനത്തോൽ ആണ്. ഈ രക്തം ഇറ്റിറ്റ് വീഴുന്ന ആനത്തോൽ ആണ്. അപ്പോൾ കൃത്തി എന്ന് പറഞ്ഞാൽ ആനത്തോൽ എന്നർത്ഥം. വാസസ് എന്ന് പറഞ്ഞാൽ വസ്ത്രം എന്നർത്ഥം. ആനയുടെ തോൽ വസ്ത്രമാക്കിയവനെ എന്നാണ്
67 നാമം ഓം കൃത്തിവാസസേ നമഃ. ഇനി 68 ഓം പുരാരാതയേ നമഃ. 68 നാമം. 3 വിധത്തിലുള്ള ശരീരങ്ങളെയാണ് ത്രിപുരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആത്മാവ് കുടികൊള്ളുന്ന ശരീരത്തെ സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം, കാരണ ശരീരം എന്ന് പറയുന്നു. ദേഹാന്ത്യ സമയത്ത് ഇവയിൽ നിന്നും ആത്മാവിനെ മുക്തനാക്കുന്നതിനാൽ ത്രിപുരാന്തകൻ എന്ന് ഭഗവാൻ ശിവൻ അറിയപ്പെടുന്നു. ആത്മാവ് വേർപെട്ട ശരീരത്തെ ദഹനത്താൽ സംശുദ്ധമാക്കുന്നത് അഗ്നിയാണല്ലോ. ആ അഗ്നി മഹാദേവന്റെ തൃക്കണ്ണാണ്. ദേഹി വേർപെട്ട ദേഹത്തെ സംശുദ്ധമാക്കുന്നവനും ശ്രീ മഹേശ്വരൻ തന്നെ. അപ്പോൾ നമ്മുടെ സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരം, കാരണ ശരീരം എന്ന് ആ 3 ശരീരങ്ങളിലും കുടികൊള്ളുന്നവൻ ആയതുകൊണ്ട് ഇതിനെ ത്രിപുരങ്ങൾ എന്ന് പറയുന്നു. ആ പുരാരാധയെ നമഃ എന്ന് നാമത്തിൽ വിശേഷിപ്പിക്കുന്നു. 68 നാമമാണ് ഓം പുരാരാധയേ നമഃ. ഇനി 69 നാമം ഓം ഭഗവതേ നമഃ. അപ്പോൾ നമ്മൾ എപ്പോഴും ഭഗവാൻ എന്ന് മഹാദേവനെ വിളിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈശ്വരൻ എന്നാണ് വിളിക്കേണ്ടത്. ഈ സൃഷ്ടി നിലനിർത്തൽ രം സംഹരിക്കൽ. ഈശ്വരനും മരണമില്ല, ജനനമില്ല, അച്ഛനില്ല, അമ്മയില്ല, രൂപമില്ല. ശിവനും ഈ പറഞ്ഞതൊന്നും തന്നെയില്ല. ഭഗവാനാകട്ടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ജനനമുണ്ട്, മരണമുണ്ട്. ഭഗം എന്നതിൽ നിന്നാണ് ഭഗവാൻ എന്ന വാക്കുണ്ടായത്. ഭഗമെന്നാൽ ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശസ്സഹ ശ്രീയ ജ്ഞാന വൈരാഗ്യയോ ക്ഷണ ഇതി ഭഗീരണ എന്നാണ്. ഇപ്രകാരമുള്ള 6 യോഗ്യതകളെ, ഗുണങ്ങളെയാണ് ഭഗം എന്ന് പറയുന്നത്. ഐശ്വര്യം, കീർത്തി, യശസ്, ശ്രീ. ഭക്തിയുണ്ട്, ഭഗവാന് ഭക്തിയുണ്ട്. ഭക്തി, വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഭക്തി എന്നർത്ഥം. അപ്പോൾ ഈശ്വരന്, മഹാദേവന് ആരോടും ഭക്തിയില്ല, മഹാദേവന് മേലെ ഒരു ദൈവവുമില്ല. പക്ഷെ ഭഗവാന്മാരുടെ ഈശ്വരനാണ് ശിവൻ. അതുകൊണ്ട് ഭഗവാന്മാർക്ക് ഭക്തിയുണ്ട്. അപ്പോൾ ഈ ഭഗം ഉള്ളവനാണ് ഭഗവാൻ. എന്തായാലും ഇവ 6 ഗുണങ്ങളും മറ്റുള്ളവർക്ക്, ഉപദേവന്മാർക്കും മറ്റും നൽകുന്നതിനാൽ, ഭഗം നൽകുന്നതിനാൽ, ഐശ്വര്യം, കീർത്തി, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം എന്നിവ ഉപദേവന്മാർക്കും ഭക്തർക്കും നൽകുന്നതിനാൽ ദാതാവ് അല്ലെങ്കിൽ ഭഗവാൻ എന്ന് മഹാദേവനെ വിശേഷിപ്പിക്കുന്നു. ഭഗം എന്നത് 6 ഗുണങ്ങളാണ് ഇവിടെ പറഞ്ഞു. അതിൻ്റെ നിയന്ത്രിതാവ്, അതായത് മനുഷ്യരിൽ ഈ ഭഗം എന്ന് പറയുന്ന 6 ഗുണങ്ങളുടെയും ആഗമനത്തിനെയും അത് മരിക്കുമ്പോൾ അത് തിരിച്ചു പോകുന്നതിനെയും നിയന്ത്രിക്കുന്ന ദേവനാകയാൽ മഹാദേവനെ ഓം ഭഗവതേ നമഃ എന്ന് 69 നാമത്തിൽ വിശേഷിപ്പിക്കുന്നു. അടുത്ത് 70 നാമം ഓം പ്രമഥാധിപായ നമഃ. പ്രമഥാധിപൻ എന്ന് പറഞ്ഞാൽ, നേരത്തെ ഇവിടെ ശിവഭൂതഗണങ്ങളുടെ പേരുകളൊക്കെ പറഞ്ഞു. അതായത് നന്ദി, ഭൃംഗി, കുണ്ഠോദരൻ, ചണ്ഡേശ്വരൻ എന്നിവരുടെ കൂട്ടത്തിലുള്ള മറ്റൊരു ശിവഭൂതമാണ് പ്രമഥൻ. ആ ബ്രഹ്മദ്വേഷികളെ ഹിംസിക്കുന്നവൻ, ധർമ്മത്തിനെയും സത്യത്തിനെയും ധർമ്മത്തിനെയും എതിർക്കുകയും അതിനെ വിദ്വേഷിക്കുകയും അതിനെ എതിരെ പ്രവർത്തിക്കുന്നവരെ നേരിടുന്നവൻ ആകയാൽ നേരിടുന്ന ആ കർത്തവ്യമാണ് പ്രമഥന് ഉള്ളത്. ആയതിനാൽ ധർമ്മ സംരക്ഷകനും ദുഷ്ടനിഗ്രഹനുമായ ശിവഭൂതഗണങ്ങളുടെ നാഥനായ ആകയാൽ പ്രമഥാധിപായ നമഃ, പ്രമഥൻ തുടങ്ങിയ ശിവഭൂതഗണങ്ങളുടെ നാഥനായവനെ എന്നാണ് 70 നാമം. ശിവനെ ഓം പ്രമഥാധിപായ നമഃ. ഓം നമഃ ശിവായ. ശിവ അഷ്ടോത്തര ശതനാമം 70 നാമങ്ങൾ പൂർത്തിയായിരിക്കുന്നു. 2ാം ഭാഗം ഇവിടെ സമാപിക്കുകയാണ്. ഇനി 71 മുതൽ 3ാം ഭാഗം ആരംഭിക്കും. ഓം നമഃ ശിവായ.